രജീഷ് ഭായ് എങ്ങനെയുണ്ട് കുക്കിങ്ങിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സോറി. അപ്പൊ എനിക്ക് പണ്ടേ മുതല് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് ഏകദേശം എന്റെ ഓർമ്മ വെച്ചത് 4ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ കുക്കിംഗ് തുടങ്ങി. കുക്കിംഗ് വീട്ടിലെ അടുക്കളപ്പണി. അപ്പൊ കൊറേ നാട്ടുകാരൊക്കെ കാണിക്കും ഇത് പെൺകുട്ടിയാണ്, ഇപ്പൊ അടിക്കലും മിറ്റടി കാലത്തെണീറ്റ് തുടങ്ങും മിറ്റടി, അമ്മേനെ സഹായിക്കല്, മാവാട്ടില്. അന്ന് ഈ മിക്സി കാര്യങ്ങളൊന്നും ഇല്ല വീട്ടില്. അടുത്ത വീട്ടില് അമ്മിക്കല്ലില്, വീട്ടില് ഒലക്ക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പോഴും അത് തുടങ്ങും. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ വൈഫിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും റിലേറ്റീവ്സ് വന്നാലും ഞാൻ കുക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ വൈഫിനോട് സീക്രട്ടായിട്ട് വന്നത് ഇയാളെന്തത് കുക്ക് ചെയ്യണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ നെഗറ്റീവ് കമന്റൊക്കെ ഇടും. അപ്പോൾ പിന്നീട് അവർ എൻ്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്ത് കൊടുക്കും. എൻ്റെ ഹോബിയാണ്. ഇപ്പം ഞാൻ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇടത്തിയമ്മടത്ത് മാറി നിൽക്കാൻ പറയും, എറണാകുളത്ത് അടുത്ത് മാറി നിൽക്കാൻ പറയും. ചോറ്, സാമ്പാർ, അവിയൽ, പച്ചക്കറിയാണ് കൂടുതൽ താല്പര്യം. ഈ അടുത്ത കാലത്താണ് ചിക്കനും ബീഫൊക്കെ വെക്കാനുള്ള ഒരു ഇതുണ്ടായി, മീൻകറി, ചട്ടിച്ചോറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ഏറ്റെടുക്കാനും ചെയ്യാനും. പിന്നെ അടുക്കളയിൽ ആരെ നിർത്തില്ല ഞാൻ ആ സമയത്തൊന്നും. പിന്നെ എന്താ പറയുക, കുക്കിംഗ് നല്ല താല്പര്യമാണ്. കുക്ക് ചെയ്യുക, ഇരിക്കുക, കഴിക്കുന്ന കാര്യം ഞാൻ കഴിക്കും, പക്ഷെ അത്ര കൂടുതൽ ഫുഡ് കഴിക്കില്ല. അല്ല, നമുക്ക് ഈ ഇതിന്റെ അൽഫാം ടേസ്റ്റ് ചെയ്ത ഒരാളോട് നമുക്കൊന്ന് അഭിപ്രായം ഒന്ന് ചോദിക്കാം. അത് ഭയങ്കര നന്നായിട്ടില്ല. 2 കഴിച്ചിട്ട് പറയാം. എന്താ വെച്ചാൽ 4 കഴിച്ചാലാണ് ഇതിന്റെ രുചി അറിയാൻ പറ്റുള്ളൂ. അതെ, ഭയങ്കര മനോഹരമായിട്ടുണ്ട്. പിന്നെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തുടക്ക സമയത്ത് ചുരുക്കി പറയണം. തുടങ്ങുന്ന സമയത്ത് ഇത് ഭയങ്കര അമേച്ചർഷിപ്പിലാണ് പോയിരുന്നത്. അപ്പൊ എന്തായാലും ഇതിന് സൈഡായിട്ട് ഒരു ചപ്പാത്തിയും കുറുമക്കറിയും വരും എന്നുള്ള പ്രതീക്ഷ ഇനി വരുന്നു. വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു അൽഫാമിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിലിപ്പോ നമ്മളെ ഈ കൂടിയിരിക്കുന്ന ഒരാളും ഇതില് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാണ്ടിരിക്കുന്നില്ല. എല്ലാരും വാഷിങ്, കട്ടിങ്, ഷേവിങ് എന്നൊക്കെ പറഞ്ഞ എല്ലാരും പാത്രം എടുക്കുന്നു, കഴുകുന്നു. അതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ കിട്ടാൻ വേണ്ടിയാണ്. എല്ലാം നല്ല വൈബാണ്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ ജോസ് മോനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു നീ മേടിച്ചാ പോരെ എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു. എല്ലാരും ടയേർഡ് ആയിക്കും യാത്ര ഒക്കെ ചെയ്ത്. അതൊരു വേറൊരു അനുഭവമാണെന്നുള്ളത് ഇപ്പൊ നമ്മള് നേരിട്ട് അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇത് കൂട്ടിക്കുഴച്ചത് ഞാനാണ്. എല്ലാ ക്രെഡിറ്റ് എനിക്ക് മാത്രമാണ്. അത് ഈ അവസരത്തിൽ നമ്മൾ പറയാതിരുന്നത് ശരിയാവില്ല. അത് എന്നോടുള്ള ഒരു നല്ല രണ്ടും കൂടി ഞങ്ങൾ മാറ്റി വെച്ചു.